ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്ലോ ജി എന്ന് പറയുന്ന ഒരു ക്രീമിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നോക്കാം. ഈ ഒരു ക്രീം സ്കിൻ റിജുവിനേറ്റിംഗ് ക്രീം എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ പാക്കേജിങ് വന്നിട്ട് നമ്മുടെ സാധാരണ ഒരു ട്യൂബിങ് പാക്കേജാണ്. നമ്മുടെ മെഡിക്കേറ്റഡ് ക്രീംസ് ഒക്കെ വരുന്ന പോലത്തെ ഒരു ട്യൂബിങ് പാക്കേജിംഗ് ആണ്. ആ പാക്കേജിങ്ങിൽ ഇന്നർ പാക്കേജിങ്ങിലും ഔട്ടർ പാക്കേജിങ്ങിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. എൻറിച്ച്ഡ് വിത്ത് ഗ്ലൂട്ടാതയോൺ, കോജിക് ആസിഡ് ആൻഡ് ആർബ്യൂട്ടിൻ എന്ന് പറയുന്നുണ്ട്. ദെൻ ഡീമെലനൈസിങ് ആൻഡ് സ്കിൻ റിജുവിനേറ്റിംഗ് ക്രീം എന്ന് പറയുന്നുണ്ട്. ബ്രൈറ്റൻസ് ആൻഡ് ലൈറ്റൺ സ്കിൻ, മെയിൻറ്റെയിൻ ഈവൻ സ്കിൻ ടോൺ. നമ്മുടെ സ്കിന്നെ ഭയങ്കരമായിട്ട് ബ്രൈറ്റനാക്കിയും അതുപോലെ ലൈറ്റനാക്കിയും ഈവൻ സ്കിൻ ടോണായിട്ട് നമുക്ക് നിലനിർത്താൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ദെൻ ഇതിൻ്റെ നെറ്റ് വെയിറ്റ്, അതായത് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 30 ഗ്രാമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്നും അതൊക്കെ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. ഈ ഗ്ലൂട്ടാതയോൺ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ആൻറ്റി ഓക്സിഡൻറ്റ്. ഇറ്റ്സ് വർക്ക്സ് ബൈ ഇൻഹാബിറ്റിംഗ് ദ സ്കിൻ പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ റിസൾട്ടിംഗ് ഇൻ എ നാച്ചുറൽ ലൈറ്റൻ ഓഫ് ദ സ്കിൻ. ഇപ്പോൾ ഗ്ലൂട്ടാതയോൺ എന്ന് വെച്ചാൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്കിന്നിലുണ്ടാകുന്ന മെലാനിൻ പ്രൊഡക്ഷനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ലൈറ്റനിങ് സ്കിന്നിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മെലാനിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ്, ആ ഒരു പിഗ്മെൻറ്റ് കൂടുമ്പോഴാണ് നമ്മുടെ സ്കിൻ കളറിൽ വേരിയേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സസീവ് പ്രൊഡക്ഷനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആർബ്യൂട്ടിൻ എന്ന് പറയുന്നത്, ഫോർ അൺഈവൻ സ്കിൻ ടോൺ. ഈ ആർബ്യൂട്ടിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ അൺഈവൻ സ്കിൻ ടോൺ ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോജിക് ആസിഡ് എന്ന് പറയുന്നത്. കോജിക് ആസിഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫോർ സ്കിൻ ലൈറ്റനിങ്. കോജിക് ആസിഡ് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഓക്ടിനോക്സേറ്റ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ റെഡ്യൂസ് ദ സ്കിൻ പിഗ്മെൻറ്റേഷൻ, പ്രൊട്ടക്ട് സ്കിൻ ഫ്രം UV റേസ്. അപ്പോൾ ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഇല്ലാതാക്കിയും UV റേസിൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. പവർഫുൾ ആൻറ്റി ഓക്സിഡൻറ്റ് റെഡ്യൂസ് UV ഡാമേജ് ഇൻ സ്കിൻ. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സൺ ഡാമേജ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മൾബറി എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്ന കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് ക്രീം ഹെൽപ്പ് ടു റെഡ്യൂസ് മാർക്സ് ആൻഡ് സ്പോട്ട്സ്. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന മാർക്കും അതുപോലെ തന്നെ സ്കാർസും സ്പോട്ട്സ് ഒക്കെ ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തൊരു ബെനിഫിറ്റ് ആണ് ഇറ്റ് ഈസ് റിച്ച് ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് ഹെൽപ്പ് റെഡ്യൂസ് ഡൾനെസ്. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഡൾനെസ് ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ദി ക്രീം ഹെൽപ്പ് വിത്ത് സ്കിൻ പിഗ്മെൻറ്റേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ സ്കിൻ ഫ്രം UV റേസ്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ മാറുന്നതിനും അതുപോലെ UV റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ ഒരു ക്രീം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തൊരു ബെനിഫിറ്റാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുകയോ അല്ലെങ്കിൽ ഈ എക്സ്ട്രാ ഡ്രൈ ആവുകയോ അതുപോലെ ഒരു ഡിസ്കംഫർട്ട് ആവുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര മൈൽഡാണ്, നമ്മുടെ ജെൻറ്റിലാണ്, അതുപോലെ കംഫർട്ടും ആണ്. ദെൻ ഇതിൻ്റെ ഡയറക്ഷൻ ഫോർ യൂസ്, ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോക്കാം. വാഷ് യുവർ ഫേസ് വിത്ത് വാട്ടർ ആൻഡ് വൈപ്പ് ഇറ്റ് ടു ഡ്രൈ. നമ്മൾ ആദ്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മൾ വൈപ്പ് ചെയ്തെടുക്കുക. ദെൻ ടേക്ക് ദ റിക്വയർമെൻറ്റ് എമൗണ്ട് ഓഫ് ക്രീം ആൻഡ് അപ്ലൈ ഈവൻലി മസാജ് ജെന്റ്ലി ഇൻ അപ്വേർഡ് ഡയറക്ഷൻ, അപ്വേർഡ് സർക്കുലർ മോഷൻ. ദെൻ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് നമ്മളത് നന്നായിട്ട് തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് ക്രീം അപ്ലൈ ചെയ്യുക. ദെൻ അപ്വേർഡ് ഡയറക്ഷനിൽ നമ്മൾ മസാജ് ചെയ്യാനും പറയുന്നുണ്ട്. എല്ലാ പ്രോഡക്റ്റിലും പറയുന്ന പോലെ സേഫ്റ്റി ഇൻഫർമേഷനും പറയുന്നുണ്ട്. റീഡ് ദ ലേബൽ കെയർഫുള്ളി ബിഫോർ യൂസിങ്. നമ്മളത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആ ലേബൽ കൃത്യമായിട്ട് വായിക്കാം. അതുപോലെ തന്നെ കണ്ണിലൊന്നും പറ്റാതെ നോക്കുക. അഥവാ ആയിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് വാഷ് ചെയ്യുക. അത് ഈ ക്രീം എന്നല്ല, ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഏത് പ്രോഡക്റ്റും യൂസ് ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്രീമിനെ കുറിച്ചുള്ള റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാനോ യൂസ് ചെയ്യാനോ